നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. വളരെയേറെ ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളക്കര പ്രാർത്ഥനയിലായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനകളെയെല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയായ പെൺകുട്ടി യാത്രയായി. കൗമാര കാലഘട്ടത്തിൽ ബസ് ജീവനക്കാരായ ചില നരാധമന്മാർ അവളെ ഏൽപ്പിച്ച കടുത്ത പീഡാനുഭവങ്ങളിൽ നിന്ന് സധൈര്യം അതിജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അവൾ. എന്നാൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കാമുകന്റെ വേഷത്തിൽ മറ്റൊരു മനുഷ്യപിശാച് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അവന്റെ പ്രണയം കിനിയുന്ന വാക്കുകൾ തേൻപുരട്ടിയ മുള്ളുകളാണെന്ന് തിരിച്ചറിയാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു അന്വേഷണത്തിന് പോയാൽ ഒരു കാര്യം വ്യക്തമാകും. കേരളത്തിന്റെ യുവതലമുറയിൽ വളരെ വ്യാപകമായി ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. ഈ ലഹരി മരുന്നുകളുടെ അമിതോപയോഗമാണ് ഇപ്പോഴുണ്ടാകുന്ന ഒട്ടുമിക്ക സംഭവങ്ങളിലെയും പ്രധാന വില്ലൻ. ഈ സംഭവം ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിൽ കുറച്ചുനാൾ മുമ്പ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയാണ് ഓർക്കുന്നത്. എന്റെ പഴയ ഒരു സുഹൃത്തായ ഒരു അധ്യാപകനെ തേടി ഞാൻ അയാൾ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ സ്കൂളിനടുത്ത് എത്താറായപ്പോൾ ആ ചെമ്മൺപാതയുടെ ഒരരികിൽ കാട്ടുകാരെയും കണ്ണാങ്കൊത്തിയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ പൊന്തക്കാടുണ്ട്. ഞാൻ ആ പൊന്തക്കാടിന് സമീപമുള്ള ആ റോഡിലൂടെ പൊന്തക്കാടിന് സമീപം എത്തിയപ്പോൾ സ്കൂൾ യൂണിഫോമിലുള്ള 2-3 കുട്ടികൾ അവിടെ കൂട്ടം ചേർന്ന് ആ കാടിന്റെ മറവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ പുകയും ഉയരുന്നു. ഞാൻ ഏതായാലും അവിടെ ഒരു നിരീക്ഷണത്തിന് നിന്നില്ല, സ്കൂളിലേക്ക് ചെല്ലുകയും ചെയ്തു. എങ്കിലും എന്റെ മനസ്സിൽ ആ കണ്ട കാഴ്ച ഒരു ചെറിയ പ്രയാസമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ആ സുഹൃത്തിനോട്, അധ്യാപകനായ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരുപക്ഷെ ഈ സ്കൂളിലെ കുട്ടികൾ തന്നെ ആയിരിക്കാം. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് അയാൾ ഒരു അധ്യാപകന്റെ കഥ എന്നോട് പറഞ്ഞത്. അയാൾ പറഞ്ഞത്, കുറെ കാലം മുമ്പ് ഒരു അധ്യാപകൻ ഒരു 10 വയസ്സുകാരനായ കുട്ടി, അയാൾ പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ ഒരു 10 വയസ്സുകാരനായ കുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്നത്, എങ്ങനെയോ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന ഒരു സിഗരറ്റ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഉടനെ തന്നെ ഈ ദൃശ്യം കണ്ട ഉടനെ നമ്മളീ പറഞ്ഞ എന്റെ സുഹൃത്ത് പറഞ്ഞ ആ അധ്യാപകൻ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഓടിച്ചെന്ന് ഒരു ചൂരൽ വടി കൊണ്ട് ഈ കുട്ടിയെ പിടിച്ച് 2-3 അടിയും വെച്ചു. കുട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് ഓടി.
അവന്റെ കയ്യിലിരുന്ന സിഗരറ്റൊക്കെ കളഞ്ഞ് അവൻ അവിടെ നിന്ന് ഉടനെ തന്നെ ഓടിപ്പോയി. അധ്യാപകൻ ഓഫീസ് റൂമിലേക്ക് പോരുകയും ചെയ്തു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോൾ രംഗമാകെ മാറി. നമ്മുടെ വാർത്താമാധ്യമങ്ങളുടെ പ്രതിനിധികൾ, കുട്ടിയുടെ അച്ഛൻ, അച്ഛന്റെ സഹോദരങ്ങൾ, അമ്മാവന്മാർ, അത്യാവശ്യം നാട്ടുകാർ എല്ലാവരും സ്കൂളിന്റെ മുന്നിലെത്തി. കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ മാതാവിന്റെ കൂടെ കുട്ടി ആശുപത്രിയിലേക്കും പോയി. അധ്യാപകൻ എന്തായാലും സംഭവം അത്ര പന്തിയല്ല എന്ന് തോന്നി അയാൾ എങ്ങനെയോ പിൻവാതിലൂടെ അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നെ എന്തിനധികം പറയുന്നു, നമ്മുടെ ഈ സുഹൃത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ ഹെഡ് മാസ്റ്ററുമായും മറ്റു കുട്ടികളുമായും പലരുമായും ഒക്കെ മാധ്യമങ്ങളുടേതായ അഭിമുഖങ്ങൾ, നാട്ടുകാരുടെ ആക്രോശങ്ങളും ബഹളങ്ങളും അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പെട്ടെന്ന് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ആ പതിവ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശിശുക്ഷേമ സമിതി, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ്, മറ്റ് നിയമ സംവിധാനങ്ങൾ എല്ലാം അതിൻ്റെതായ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയി. ഇത് കഴിഞ്ഞു തൊട്ടടുത്ത ദിവസമായി കുട്ടി പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുട്ടിക്ക് കാലിലെ വേദനയൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാറി. തൊട്ടടുത്ത ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്ന് കുഴിമന്തിയും അതുപോലെ തന്നെ അമ്മാവന്മാരും ബന്ധുക്കളും ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കാലിലെ വേദന അപ്പാടെ ശമിച്ചു. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ഒളിവിൽ. വാർത്തയുടെ നിറം മാറി, സ്വഭാവം മാറി. അധ്യാപകൻ ഒളിവിലാണ്. പോലീസ് ചെന്നിട്ട് കണ്ടില്ല, നാട്ടുകാർ പലരും തിരക്കി ചെന്നു, അവര് ചെന്നിട്ടും കണ്ടില്ല. ഇതിനിടയ്ക്ക് അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. വാർത്താമാധ്യമങ്ങൾ ഉടനെ തന്നെ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. പ്രതിയായ അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. ഒരു ചാനൽ ഇതിനിടയ്ക്ക് അധ്യാപകൻ വീട്ടിൽ നിന്ന് ഒളിവിൽ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ ആദ്യമായി പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് പണി തുടങ്ങി. പിന്നീട് വാർത്താമാധ്യമങ്ങളിലൂടെ പ്രതിയായ അധ്യാപകൻ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടയാളാണ്, പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, പ്രതിയെ സംരക്ഷിക്കാൻ ഉന്നത രംഗത്ത് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ ഒരു ഉത്സവം തന്നെയായിരുന്നു. വൈകിട്ട് ചാനൽ ചർച്ചയിൽ നമ്മുടെ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷക വേഷങ്ങളെല്ലാം എത്തി. സാന്ദീപനി മഹർഷിയുടെ കാലം തൊട്ടുള്ള അധ്യാപന വൃത്തിയുടെ അഗാധ തലങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കൂലങ്കഷമായ ചർച്ചകൾ നടന്നു. ഇതിനിടയ്ക്ക് ഒരു ചാനലിലെ ഒരു രസികൻ ആ അധ്യാപകന്റെ രാഷ്ട്രീയ ബന്ധവും കണ്ടുപിടിച്ചു. പ്രതിയായ അധ്യാപകന്റെ ഭാര്യയുടെ രണ്ടാമത്തെ അമ്മാവന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകൻ കല്യാണം ചെയ്തിരിക്കുന്നത് ഏതോ ഭരണകക്ഷിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ മൂത്ത സഹോദരിയുടെ മകളെ ആയിരുന്നു അത്രേ. ഈ അഖണ്ഡനാമജപം തുടർന്ന് ഒടുവിൽ സർക്കാരിന് നിക്കക്കള്ളിയില്ലാതെ വന്നു. പ്രതിയായി ചിത്രീകരിച്ചിരിക്കുന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വകുപ്പ് തല നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ശുപാർശയും നൽകി. കുറെ കാലം കഴിഞ്ഞ് വളരെ വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷം
ആ അധ്യാപകൻ അയാളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി നീതിപീഠം വെറുതെ വിടുമ്പോൾ അയാളുടെ നല്ല പ്രായം കഴിഞ്ഞിരുന്നു. ഒടുവിൽ പെൻഷൻ എടുക്കാറായ കാലത്ത് ഏതോ ഒരു വണങ്കേറാ മൂലയിലെ സ്കൂളിൽ അയാൾക്ക് നിയമനവും കിട്ടി. അങ്ങനെയായിരുന്നു അയാളുടെ ശിഷ്ടജീവിതം. ഇതിനിടയ്ക്ക് ഇതിനൊരു വാൽക്കഷണവും കൂടിയുണ്ട്. നമ്മുടെ ആ 10 വയസ്സുകാരൻ വളർന്ന് വലുതായി. അവൻ ലഹരി കേസിലും പോക്സോ കേസിലും ഒക്കെ പിന്നെ പ്രതിയായി. അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങളാണ്. ഈ അധ്യാപകൻ ഈ കഥ നമ്മളോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. എവിടെ കൂട്ടം ചേർന്ന് ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെ ഇങ്ങനെ ദുരൂഹമായ കൂട്ടം ചേരലുകളിലൊക്കെ നിന്നാലും നമ്മൾ ഒന്നിനും അത് ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ ഒന്നിനും പോകാറില്ല. കാരണം പേടിയാണ് നമുക്ക്. പണ്ടുകാലം തൊട്ടേ നമ്മുടെ സമൂഹത്തിന്റെ, കേരളത്തിന്റെ, ഭാരതത്തിന്റെ ആ ഒരു സംസ്കാരമനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതിയിൽ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ കുട്ടികളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. ആ രീതിയിലാണ് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ടത്. ഇന്ന് ആ രീതി മാറി. തമാശക്കാണെങ്കിലും ആ അധ്യാപകൻ പറഞ്ഞു, മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു കുട്ടി സംശയം ചോദിച്ചപ്പോൾ ആദ്യം തമാശക്കാണ് അവനോട് ഒരു അധ്യാപകൻ മറുപടി പറഞ്ഞതെന്നാ പറയുന്നത്. അച്ഛനെയും അമ്മയും തല്ലിയിട്ട് മാത്രമേ ആശാനെ തല്ലാവുള്ളെന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ആദ്യം തമാശയ്ക്ക് പറഞ്ഞത്. പിന്നീട് അതിന്റെ കാര്യം പറഞ്ഞ ആ അധ്യാപകൻ മനസ്സിലാക്കി. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം അത് തുടങ്ങേണ്ടത് ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും പിന്നീട് വിദ്യാലയാന്തരീക്ഷത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും പിന്നീട് സ്കൂളിലേക്ക് പോയി കഴിയുമ്പോൾ അധ്യാപകര് ഇവർ ഒരുപോലെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കേരളം നേരിടുന്ന ഈ വിപത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വിപത്തിൽ നിന്ന് വരാനിരിക്കുന്ന തലമുറകളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഈ അഭിപ്രായമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.